ഒരു മാസത്തിനിടെ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത് 2 വൻ കവർച്ചകൾ. അതേസമയം കൊഡ്ലു സർവീസ് സഹകരണ ബാങ്കിലെ 5.5 കോടിയുടെ കവർച്ചയിൽ മുഴുവൻ പ്രതികളെയും സ്വർണവും കണ്ടെത്തുന്നതിന് പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ചകൾ തുടർക്കഥയാവുമ്പോൾ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആരോപണവും ഉയരുകയാണ്. കാസർഗോഡ് കൊഡ്ലു സർവീസ് സഹകരണ ബാങ്കിലെ 5.5 കോടിയുടെ കവർച്ച ഒരു മാസം പിന്നിട്ടിട്ടും അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 10ഓളം പേർ ഉൾപ്പെട്ട കേസിൽ 4 പേരെയാണ് ഇതുവരെയായും പിടികൂടാനായത്. കവർച്ചാ സംഘം കൊള്ളയടിച്ച 17 കിലോ സ്വർണത്തിൽ 7 കിലോ മാത്രമാണ് കണ്ടെത്താനായത്. മുഖ്യപ്രതി ഉൾപ്പെടെ പിടിയിലായിട്ടും അന്വേഷണം മന്ദഗതിയിലാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. അതേസമയം അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നാണ് പോലീസ് ആവർത്തിക്കുന്നത്. 2 കാര്യങ്ങൾ സംഭവിക്കുക. ഒന്നാമത്തേത് ബാങ്ക് അധികൃതർ നിങ്ങൾ പങ്കുണ്ടാൻ നോക്കേണ്ടി വരും. അതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് എത്ര എളുപ്പത്തിൽ ഒരു ബ്രേക്കിംഗ് ഇല്ലാതെ എങ്ങനെ ഒരു ചെസ് തുറക്കാൻ പറ്റി എന്നാണ് ആ ചോദ്യം. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പറയത്തില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. കൊഡ്ലു ബാങ്ക് കവർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ചെറുവത്തൂർ വിജയ ബാങ്കിൽ 4 കോടിയുടെ കവർച്ച നടന്നിരിക്കുന്നത്. ക്രമസമാധാനത്തിന് നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമ്പോൾ തുടക്കത്തിൽ അന്വേഷണം ഊർജിതമായി നടക്കാറുണ്ടെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. ഏതായാലും 2 കവർച്ചകൾക്കും മോഷ്ടാക്കൾ വ്യക്തമായ തെളിവുകൾ അവശേഷിപ്പിച്ചു എന്നത് പോലീസിന് ആശ്വസിക്കാം.